ഹലോ, എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നോ? ഇന്ന് 2:30 തൊട്ട് വൈകുന്നേരം ഞാൻ സ്റ്റോറിടാൻ പോകുന്നിടം വരെയുള്ള വീഡിയോസാണ് കേട്ടോ. ഇന്നിപ്പം ഞാൻ കുട്ടികൾക്ക് എന്തെങ്കിലും മീനോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വാഴക്കേന് ചെറുതായിട്ട് പീസായി കട്ട് ചെയ്തിട്ട് ഫിഷ് മസാല, കുറച്ച് മുളക് പൊടി അതൊക്കെ ഇട്ടിട്ട് വരട്ടി വെച്ച് ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ എൻ്റെ മുളക് പൊടി തീരാനായി. ലാസ്റ്റ് ജൂണിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം മുളക് പൊടിയും മല്ലിപ്പൊടി, മുളക് പൊടി ഏകദേശം ഒരു 3 കിലോ, മല്ലിപ്പൊടി ഒരു 2 കിലോ അങ്ങനെ ഞാൻ പൊടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പോഴാണ് അത് തീരാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യവും നാട്ടിൽ പോകുമ്പോൾ അതുപോലെ നല്ലോണം പൊടിപ്പിച്ച് കൊണ്ടുവരണം കേട്ടോ. അതുകൊണ്ടാണ് ആ കുപ്പിയിൽ തന്നെ വെച്ചിരിക്കുന്നത്. അത് പിന്നെ മാറ്റാനൊന്നും ഞാൻ നിന്നില്ല, കുപ്പി തീരട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഈ ഒരു സ്റ്റോളിടാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട്, നീ എവിടെയാണ് എവിടെ പോവുകയാണ്, എന്താണ് പരിപാടി എന്നൊക്കെ. കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളെ എല്ലാവർക്കും അറിയുള്ളൂ. ഞാൻ ജോലി നിർത്തിയതിന് ശേഷം എന്തെടുക്കുകയാണെന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. ഈ ജോലി നിർത്തിയതും കുറേ പേർക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി പേരെൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇടുന്നതും എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഉറുമ്പ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പേജിലൂടെയൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് മെസ്സേജൊക്കെ അയക്കുകയൊക്കെ ചെയ്തിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് തോന്നിയത്. കാരണം നീ എന്തിനാ ഇതിനൊക്കെ പോകുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഒരു 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 കളിയാക്കൽ രീതിയിലുള്ള ഒരു സംസാരമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യത്തിലൊന്നാണ്, എനിക്കിഷ്ടപ്പെട്ട കാര്യമേ ഞാൻ ചെയ്യുള്ളൂ. അതായത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ എനിക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബ്രാൻഡ് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഏത് മാർഗവും എനിക്ക് സ്വീകരിക്കാം, അല്ലേ? അപ്പോൾ ഞാൻ മുന്നോട്ട് പോവാനാണ് നോക്കുന്നത്, അവിടെ തന്നെ ഇരിക്കാനല്ല, അല്ലേ? അപ്പോൾ എൻ്റെ ഡ്രസ്സും അല്ലെങ്കിൽ എൻ്റെ ജ്വല്ലറീസൊക്കെ ഇത്രയും നാളും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സെല്ല് ചെയ്യാനും ഒക്കെ. പക്ഷേ ഇത് നമ്മുടെ കയ്യിലിരിക്കുകയുള്ളൂ, ആരും വാങ്ങിക്കില്ല. അതിനു വേണ്ടി നമ്മൾ പുറത്ത് പോയി തന്നെ നമ്മളുടെ പ്രോഡക്റ്റുകൾ, നമ്മളുടെ പേജുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതിനോട് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അത് എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയാൽ എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ. അങ്ങനെയാണ് ഞാനിങ്ങനെ തുടങ്ങിയത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടിയതിനേക്കാളും സാറ്റിസ്ഫാക്ഷനാണ് എനിക്കിപ്പോൾ ഈ ഒരു ചെയ്യുന്ന പാസീവ് ഇൻകത്തിലൂടെയും എൻ്റെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് കിട്ടുന്നത്. കാരണം ഞാൻ എന്തോ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. പിന്നെ ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ഡയറക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതും ഒരു വളരെ വലിയ കാര്യമാണ്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഓൺലൈൻ വഴിയും കുറച്ചൊക്കെ സെല്ല് ചെയ്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതൊരു എന്തോ പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ കുറേ എന്നാ പറയുന്നത്, കുറേ എൻക്വയറീസ് വരും. പക്ഷേ നമ്മൾ പ്ലസ് കൊറിയർ ചാർജും കൂടെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ പ്രൊഡക്റ്റിനോട് അയ്യോ ഇത് ഭയങ്കര റേറ്റ് ആണെന്നുള്ളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് കൊടുക്കുന്നതാണ്, നമുക്ക് കൊറിയർ ചാർജിൻ്റെ ആവശ്യമില്ല, ഒരു റീസണബിൾ പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കുന്ന അങ്ങനെ കസ്റ്റമേഴ്സിനും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് ഇപ്പം വീക്കിൽ തന്നെ എനിക്ക് എൻ്റെ പ്രോഡക്റ്റുകൾ തീരുകയും ചെയ്യുന്നുണ്ട്, പുതിയ പ്രോഡക്റ്റുകൾ എടുക്കാനും പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ ആണെങ്കിലും ആ ബ്രാൻഡ് എനിക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ഓരോരോ സ്റ്റെപ്പായിട്ട് എനിക്ക് മുന്നോട്ടേക്ക് പോകാം. എനിക്ക് ലൈവായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു വലിയൊരു സ്റ്റോർ ഇടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേരിപ്പോൾ വരും. അപ്പോൾ അതിന് മുന്നേ സ്വീറ്റ് കോൺ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഹെൽത്തി ആണല്ലോ. അപ്പം അവർ വരുന്ന സമയത്ത് ചായയും ഇതും കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള എല്ലാ പണികളും ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ ഓടിച്ചാടി ചത്ത് കളഞ്ഞൊന്നും ഞാൻ ഒരു കാര്യവും ചെയ്യൂല. ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കും. അത്യാവശ്യം തുണികൾ കറക്റ്റായി വാഷ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ സമയത്തിനനുസരിച്ച് കുറേശ്ശെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട്
ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് ഒന്ന് നോക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. വേറെ ആൾക്കാർ എന്ത് വിചാരിക്കും, ഇതെങ്ങനെയാകും എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എഫേർട്ട് തന്നെ എടുക്കണം, നമ്മുടെ മനസ്സിനിണങ്ങി. ഇപ്പം ഈ ജ്വല്ലറി, ഡ്രസ്സ് എന്ന് പറയുന്ന ബിസിനസ് എനിക്ക് മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒന്നാണ്. കാരണം ഈ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, കാണാനായാലും ഉപയോഗിക്കാനായാലും. അപ്പോൾ അത് തന്നെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതിൽ നിന്ന് നമുക്ക് ഒരു ഡെയിലി നല്ലൊരു പാസീവ് ഇൻകം, എനിക്ക് മറ്റേത് പാസീവ് ഇൻകത്തിൽ നിന്നേക്കാളും നല്ല രീതിയിലുള്ള ചില ദിവസം നല്ല രീതിയിൽ പാസീവ് ഇൻകം കിട്ടുന്നുണ്ട്. അത് അപ്പം തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു ജോലിക്ക് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 8 മണിക്കൂർ മാത്രമല്ല, അതിൽ കൂടുതൽ സമയം ഞാൻ ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം വർക്ക് ഫ്രം ഹോം എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലെ കാര്യവും ചെയ്യണം, കുട്ടികളുടെ കാര്യം ചെയ്യണം, അതിൻ്റെ കൂടെ നമ്മൾ ജോലികൾ ചെയ്യുമ്പോൾ കുറേ സമയം നമുക്ക് ലാപ്സായി പോകും. പിന്നെ നൈറ്റ് എക്സ്ട്രാ ഇരുന്ന് വർക്ക് ചെയ്യുക, എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓഫീസിലേക്ക് പോകാൻ തുടങ്ങി. ഓഫീസിൽ പോകുമ്പോൾ ഓഫീസിൽ തന്നെ ആ പണികൾ തീരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുപോയി ഡേ കെയറിൽ വിടുക, എനിക്ക് ആ ഒരു സമയം തന്നെ ഓർക്കുന്നത് ഇഷ്ടമല്ല. അത്രയ്ക്ക് ഞാൻ സ്ട്രെസ്ഫുള്ളായിട്ട് പോകുന്നൊരു ലൈഫായിരുന്നു. ബട്ട് ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട്, അതായത് പല സ്ഥലത്തു നിന്നുള്ള ഇൻകമാണ് എനിക്ക് ഒരുമിച്ച് വരുന്നത് കേട്ടോ. ഒരു സാലറി ആയിട്ടൊന്നും എനിക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. ഒരു പല സ്ഥലത്തു നിന്നും ചെറിയ ചെറിയ ഇൻകമുകൾ എനിക്ക് വന്നു ചേരുന്നത്, എൻ്റെ അക്കൗണ്ടിൽ വന്നു ചേരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അത് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ബിസിനസ്സിനെ പതുക്കെ പതുക്കെ വളർത്താനും കടവും ബാധ്യതയും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും എനിക്ക് പറ്റുന്നുണ്ട്. എനിക്കതായിരുന്നു വേണ്ടത്. കടബാധ്യതകളിലേക്ക് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ കണ്ടാലും നിങ്ങൾക്കറിയാം, ഞാൻ അധികവും സേവിങ്സ് ടിപ്സുകൾ, മണി സേവ് ചെയ്യാൻ നോക്കുക, ഏതൊക്കെ തരത്തിൽ സേവ് ചെയ്യാൻ നോക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുമുണ്ട്. ആ വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരത്തെ വീഡിയോസൊക്കെ നിങ്ങൾ ഇപ്പോഴും മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസാണ് അതൊക്കെ. അതുകൊണ്ട് പൈസയെ സേവ് ചെയ്യാനും എക്സ്ട്രാ പാസീവ് ഇൻകം നമുക്ക് ലേഡീസിനൊക്കെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കാനും അതിനുള്ള വഴികളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾ വന്നു, അവർക്ക് 2 പേർക്കും നമുക്ക് ഇപ്പോൾ ഇത് കൊടുത്തിട്ട് ഒരു 5:30 ആകുമ്പം എനിക്ക് പോകണം. അപ്പോൾ ഇന്ന് നമ്മളുടെ സ്റ്റാള് ഒരു സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്റ്റോളിലെ കുറേ ഐറ്റംസ്, ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ആൻറ്റി ടോണിഷിൻ്റെ ഐറ്റംസാണ് കൂടുതലും ഉള്ളത്. ഡ്രസ്സ് സാറ്റർഡേ സൺഡേ അങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജ്വല്ലറി ബിസിനസ്സിനെ പറ്റിയും ഒക്കെയുള്ള ഡീറ്റെയിൽസും സംശയങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. കാരണം അത്ര വലിയ എളുപ്പമൊന്നുമല്ല. ഇപ്പോൾ ഓൺലൈനിൽ ചെയ്യാനാണെങ്കിലും ഓഫ്ലൈനിൽ ചെയ്യാനാണെങ്കിലും എനിക്ക് എൻ്റെ അറിവുകൾ വെച്ചിട്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. അതേപോലെ ഞാനിപ്പം ഏകദേശം 1 വർഷത്തോളമായി ചെറിയ രീതിയിൽ ഇത് തുടങ്ങി ഈ ഒരു ലെവലിലേക്ക് ഇപ്പോൾ ഇങ്ങനെ പതുക്കെ വന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു ഷോപ്സും കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റർ കൂടിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാ വശങ്ങളും എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. വേറൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം കേട്ടോ.